അല്ല വേറൊന്നല്ലേ, നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക്കല് ശരിയല്ലെന്ന് തോന്നുന്നു. അല്ല കണ്ടില്ലേ, നമ്മുടെ ലൈറ്റ്സിനൊന്നും ഒരു ഔട്ട് കിട്ടുന്നില്ല. നമുക്ക് KCB-യിലേക്ക് ഒന്ന് വിളിച്ചാലോ? നല്ല കാര്യമായി. കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ഫീസ് അടിച്ചു പോയിട്ടേ അന്നേരം വിളിച്ച ഇതുവരെ വന്നിട്ടില്ല. ഓ അങ്ങനെ. നമ്മുടെ എന്താ പ്രശ്നം എന്താ? ചേട്ടനിപ്പോ പറഞ്ഞ എവിടെ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല. ഇപ്പൊ പ്രശ്നം വന്നപ്പോ തന്നെ ആള് വന്നല്ലോ. അല്ല ചേട്ടൻ പറയായിരുന്നേ KCB-യിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ 1 വർഷം എടുക്കും വരാന്ന്. ചേട്ടൻ ഇപ്പൊ തന്നെ വന്നല്ലോ, ഈ പ്രശ്നത്തിന് വന്നല്ലേ? ഏത് പ്രശ്നത്തിന്? ഇവിടെ ലൈറ്റ് അതല്ല, കഴിഞ്ഞ വർഷം എന്തോന്ന് എഴുതി ഒരു കംപ്ലൈന്റ് ഇട്ട് അത് നോക്കാനൊക്കെ അടിപൊളി. നല്ല കാര്യം. അല്ല വേറൊന്നല്ല, കഴിഞ്ഞ വർഷം ഒരു ഫീസ് പോയെന്നും പറഞ്ഞു. അത് നോക്കാനുണ്ടോ? എവിടെയാണ് ഫീസ്, എവിടെയാണ് പ്രശ്നം? അവിടെ ആണോ? അല്ലല്ലോ. അല്ല ചേട്ടനെ വിളിച്ച എന്താ ഫോൺ എടുക്കാത്തെ? എന്താ? അല്ല ചേട്ടനെ വിളിച്ച എന്താ ഫോൺ എടുക്കാത്തെ? കൊള്ളാം. ഇതുപോലൊരു പ്രാവശ്യം ഫോൺ എടുത്തിട്ടാണ് എന്റെ വീട്ടിലെ ഫീസ് ഊരിപ്പോയത്. മനസ്സിലായില്ല. പെണ്ണുമ്പിള്ള മേടിച്ചിട്ട് പോയി ഇതുപോലെ പെണ്ണ് ഫോൺ വിളിച്ചപ്പോ ഞാൻ എടുത്തതിന് അന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ പെണ്ണ് എന്റെ പൊണ്ണ് അല്ലല്ല, മനസ്സിലാക്കണം. നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, നിങ്ങൾ TV-യിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ആളാണ്. നിങ്ങളുടെ ഒരു കോൾ വരാനായിട്ട് പലരും കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ എന്നെ ആ കുടുത്തിപ്പെടുത്തരുത്. ഞാൻ ആ തരത്തിലുള്ള ഒരാളല്ല ഞാൻ. സത്യം, ഞാൻ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടിയല്ല. അങ്ങനെ എനിക്കറിയാം. എങ്ങനെ പറയും, ഒരു അനുഭവം വന്നപ്പോൾ പിന്നെ ചൂടുവെള്ളത്തിൽ വീണ് പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാൽ പേടിക്കത്തില്ലേ? ആണോ അല്ലയോ? ഒരു അനുഭവം എനിക്ക് വന്നാ, ഒരു പെണ്ണ് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്ത് എൻ്റെ പെണ്ണുമ്പിള എന്നെ ഇട്ടിട്ട് പോയതാണ് സത്യം. പിന്നെ ഇതുപോലെ സുന്ദരിമാർ വിളിച്ചിട്ട് ഞാൻ എടുത്തിട്ട് അവിടെ എങ്ങനെ ഞാൻ കാല് പിടിച്ചോണ്ടിരിക്കുക, ഇങ്ങനെ വാടി എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഇത് എടുക്കാൻ എടുക്കും ഞാൻ. എനിക്ക് അതല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ, ഇപ്പോഴത്തെ ട്രെൻഡ് അതാന്ന് തോന്നുന്നു. എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും ഒന്നും വേണം, നമ്മളെ പോലെ പാവപ്പെട്ട KCB-മാരെ മതി. നമുക്ക് കാരണന്മാരായിട്ട് ബ്യൂട്ടീഷ്യനിൽ പോകാതെ തന്നെ സൗന്ദര്യം ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും എനിക്ക് താല്പര്യമില്ല. മനസ്സിലായി ഞാൻ. അല്ല മനസ്സിലാക്കുക. ഹലോ, ഇവിടെ അതെ ഈ KCB-ക്കാര് വിളിച്ചാൽ എന്താ ഫോൺ എടുക്കാത്തതാണ്. ഞങ്ങൾ നല്ല ലോല ഹൃദയരായിട്ടാണ്. എന്ത് ലോലഹില? ഞങ്ങൾക്ക് കട്ടിയില്ലാത്ത മനസ്സാണ്. നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്? ആപത്തുകൾ വിളിച്ചു പറയാനല്ലേ? മരം മുറിഞ്ഞു വീണു, തെങ്ങ് വീടിന് മണ്ടയ്ക്ക് വീണു, പശു കരണ്ടടിച്ച് ചത്തു, ആള് ചത്തു, ഇതൊക്കെ പറയല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ കേൾക്കാനുള്ള ഒരു മനസ്സില്ല. ഞങ്ങൾക്ക് ലോല ഹൃദയരാ. അതുകൊണ്ട് എടുക്കാത്തത്. ഭയങ്കര ലോലതയായി. ലോല ഹൃദയരാ, അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത്. അല്ല ചേട്ടന്റെ പോസ്റ്റ് ഏതാണ്? എന്റെ പോസ്റ്റ് അങ്ങനെ എന്റെ പോസ്റ്റ് ആയിട്ടൊന്നുമില്ല. കേടായിട്ടുള്ള എല്ലാ പോസ്റ്റും ഞാൻ അതല്ല ചോദിച്ചേ. പിന്നെ ഈ KCB-യിൽ ചേട്ടന്റെ പോസ്റ്റ് എന്താ, ചേട്ടന്റെ സ്ഥാനം എന്താ പോസ്റ്റ്? ഇത് കേട്ട പ്രശ്നമാണ്. ലൈൻമാൻ. ഇവിടെ നിങ്ങൾക്ക് ഈ KCB-ക്ക് പറയുന്ന പോലെ ഉത്തരവാദിത്വം ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇതാണ് കാര്യം. എന്താ? KCB-ക്കാർക്ക് ഉത്തരവാദിത്വമില്ല, നമ്മളോട് പുച്ഛം. ഇവിടെ മായമില്ലാത്ത കേരളത്തിൽ എന്തുണ്ട്? പച്ചക്കറി മായമില്ലേ? അരിയിൽ മായമില്ലേ? കടലിൽ കിടക്കുന്ന മീൻ വരെ ഇപ്പം മായം ചേർത്തരുത്. സത്യമില്ലേ? സത്യമാണോ? ഞങ്ങൾ തരുന്ന സാധനത്തിന് മാത്രമേ ഉള്ളൂ മായമില്ലാത്തത്, കറണ്ടിന് മാത്രം. എന്താ മായമില്ലാത്ത? എന്താണ് മായമില്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ തൊട്ട് നോക്കണം. കറണ്ട് അടിച്ചില്ലെങ്കിൽ മായം, കറണ്ട് അടിച്ചാൽ ഒറിജിനൽ. തൊട്ട് നോക്കണം. അറിയോ, എന്റെ വീട്ടിൽ ഭയങ്കര കറണ്ട് ബില്ല് വരികയാണ്. ആണോ? നിങ്ങൾ ഫ്രിഡ്ജ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടോ? വീട്ടിൽ ഫ്രിഡ്ജില്ലല്ലോ. ഗ്രൈനർ എന്നാ ഒരാഴ്ചത്തേക്കുള്ള അരിയൊക്കെ ആട്ടി വെക്കുന്നു ഗ്രൈനറിന്റെ. ഇല്ല, വീട്ടിൽ ആട്ടുകല്ലും അരകല്ലും ഉണ്ട്, അതിലാണ് ചെയ്യുന്നത്. അപ്പൊ AC കണ്ടമാനം ചെലവാക്കുന്നുണ്ട്. AC ഇല്ല ചേട്ടാ. അപ്പൊ ഫാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിന് കണ്ടത്തിന്റെ സൈഡിൽ ഈ പുഞ്ചയുടെ സൈഡിൽ ഫാനിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഭയങ്കര കറണ്ട് ബില്ല് വരികയാണ്. കറണ്ട് ബില്ല്. അപ്പൊ നിങ്ങൾ ലൈറ്റ് ഒരുപാട് ഉപയോഗിക്കുന്നത്? 7 മണിക്ക് കിടന്നുറങ്ങും ഞങ്ങള്. പിന്നെ ഞങ്ങൾക്ക് എന്തിനോട് ഓവറായിട്ട് ലൈറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണോ? അതെ. അപ്പൊ ഞാൻ രാവിലെ വീട്ടിലോട്ട് വരാം. ഇത് കംപ്ലൈന്റ് നോക്കാനാണോ? കംപ്ലൈന്റ് നോക്കാനല്ല, നിന്റെ വീട്ടിലെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോരാനാ. ഒരു പുല്ലും അവന്റെ വീട്ടിൽ ഇല്ല. 7 മണിക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. പിന്നെ എവനെന്തിനാ കറണ്ട്? അത് ഊരിക്കൊണ്ട് പോന്നാ പോരെ. അത് ചേട്ടാ, അതെ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു പോസ്റ്റ് ഉണ്ട്. കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കറണ്ട് പോകും. അതെ. പിന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കയറി അങ്ങ് റെഡിയാക്കും. ആണോ? കാറ്റടിച്ചാൽ കറണ്ട് പോകും. അതൊരു കാര്യമുണ്ട്. കാറ്റടിച്ചാൽ പുള്ളിയെ റെഡിയാക്കി കൊടുക്കും. ഞാൻ റെഡിയാക്കും. അപ്പൊ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കാറ്റടിച്ചാൽ കറണ്ട് പോകും, കറണ്ട് തൊട്ടാലും കാറ്റ് പോകും. മനസ്സിലായോ? കറണ്ട് തൊട്ടാൽ കാറ്റും പോകും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതൊക്കെ നോക്കാൻ ഞങ്ങൾ വന്ന് ശരിയാക്കിക്കോളാം. നിങ്ങൾ ശരിയാക്കും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ KCB-യിൽ എടുത്തത്. അതെന്റെ വിദ്യാഭ്യാസം. അത് എന്റെ വിദ്യാഭ്യാസമാണ്. എന്ത് വിദ്യാഭ്യാസം?
എൻ്റെ അനിയനാണെങ്കിൽ +2 ജയിച്ചവനാണ്. അവൻ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. 10ാം ക്ലാസ്സിൽ തോറ്റ ഞാൻ ഗവൺമെന്റ് ശമ്പളം വാങ്ങി. മനസ്സിലായില്ലേ? 10ാം ക്ലാസ് തോറ്റവർക്ക് മാത്രമേ ഈ ടെസ്റ്റ് എഴുതാൻ പറ്റൂ. അങ്ങനെ കിട്ടിയ ജോലിയാണ് എനിക്ക്. അപ്പൊ എനിക്കും എഴുതാൻ പറ്റൂല്ലേ? അത് സാധ്യത കുറവാണ്. എന്താ? 10ാം ക്ലാസ് തോറ്റവർക്ക്, 7ാം ക്ലാസ് തോറ്റവർക്കല്ല. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ വാശിപ്പുറത്താണ് ഈ ജോലി. സത്യം, ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത് ഈ ടെസ്റ്റ് എഴുതി ഞാൻ കയറിയതാണ്. എൻ്റെ അച്ഛനെ കറണ്ട് കൊണ്ടുപോയതാണ്. കറണ്ടുണ്ടോ? നിങ്ങളുടെ അച്ഛനാ തേങ്ങാപ്പൂളോ? എടോ അതല്ലെന്ന്, എൻ്റെ അച്ഛൻ കണ്ടടിച്ചാണ് മരിച്ചത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അതായത് വാട്ടർ ബില്ല് അടയ്ക്കുന്നത് എൻ്റെ അച്ഛനായിരുന്നു, കറണ്ട് ബില്ല് അടയ്ക്കുന്നത് എൻ്റെ അമ്മയും. അവർ തമ്മിൽ ഇങ്ങനെ ഈ അടവിൻ്റെ കാര്യം പറഞ്ഞ് എന്തോ പ്രശ്നം ഉണ്ടായി, രണ്ടുപേരോട് വഴക്കായി. ഇത് കേട്ടപ്പോൾ സഹിക്കാൻ വയ്യത് അമ്മയ്ക്ക് ഭയങ്കര മുൻകോപി. അമ്മ എന്താ അറിയാം, വാട്ടർ ബില്ലിൻ്റെ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കണക്ക് പറയാൻ നിങ്ങൾക്ക്. കറണ്ട് ബില്ല് ഞാൻ അടയ്ക്കുന്നത് നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾ വിഷയമല്ലല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് വാട്ടർ ബില്ല് അടയ്ക്കുന്നില്ല, നിങ്ങളുടെ വാട്ടർ ബില്ല് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞ് വന്നിട്ട് എന്നിട്ട് ഈ വാട്ടർ ബില്ല് ഇങ്ങനെ ബില്ല് ഈ മീറ്റർ അടിക്കില്ല, മീറ്റർ വാട്ടർ മോട്ടറിൻ്റെ അത് വന്ന അമ്മ അടിച്ചങ്ങ് പൊട്ടിച്ചു. നിങ്ങളുടെ വാട്ടർ ബില്ലെന്നും പറഞ്ഞു. ഇത് കണ്ടപ്പോൾ അച്ഛന് രോഷം വന്നു. അദ്ദേഹം ചെറിയ രോഷക്കാരനാ. സത്യം, അച്ഛനെന്തേന്നറിയോ, ഒരു കമ്പവടി എടുത്തിട്ട് വന്ന് മീറ്റർ നോക്കി, കറണ്ട് മീറ്റർ ഇല്ലേ, മീറ്റർ നോക്കി പട്ടാന്ന് മതി 2-3 അടി കമ്പി വടി വെച്ച്. പിന്നെ ഒരുപാട് ലാഭമൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ പോയത്. വിറവൊന്നും വേണ്ടി വന്നില്ല, നിന്ന് കത്തുമായിരുന്നു, നിന്ന്. സത്യം, ഈ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ലാഭിക്കാൻ എന്തെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞു. കറണ്ട് ബില്ല് ലാഭിക്കാൻ ഫ്രിഡ്ജ് ഉണ്ടോ വീട്ടിൽ? ഫ്രിഡ്ജ് വേണം. ഫ്രിഡ്ജ് ഉണ്ട്, അതൊന്ന് കുറച്ചാൽ മതി, അതിന്റെ ഉപയോഗം കുറച്ചാൽ മതി. അല്ല അത് വേണം, അല്ല ഉപയോഗം കുറയ്ക്കാൻ പറ്റില്ല. ഉപയോഗം കുറയ്ക്കാൻ പറ്റില്ല. മൊത്തത്തിലും വീട്ടിൽ ഭയങ്കരമായിട്ട് എല്ലാ ജോലിയും ഒക്കെ ചെയ്യണത് എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളാ ആണ്. അപ്പൊ അതെല്ലാം പ്രവർത്തിക്കണം, എല്ലാം പ്രവർത്തിക്കുകയും ചെയ്യണം. കറണ്ട് ബില്ല് കുറയ്ക്കണം. കുറയ്ക്കണം. അതിന് ഇപ്പൊ എന്താ വേണം, ഞാൻ എന്താ വേണ്ടേ? മീറ്ററിൽ അതിന്റെ റീഡിങ് വരാത്ത രീതിയിൽ തന്ന എന്തെങ്കിലും അതിനൊരു ട്രിക്ക് ഉണ്ടോ? സത്യം ഞാൻ ചോദിച്ചോട്ടെ, പൈസ അടയ്ക്കരുത്, മീറ്ററിൽ ഇതൊന്നും വരരുത്, എല്ലാം നമുക്ക് ഉപയോഗിക്കുകയും വേണം, കല്ല് അടയ്ക്കാനും പറ്റരുത്. അതല്ലേ ഉദ്ദേശിച്ചത്? ഇതാണ് 100-300 രൂപ വരെ വന്നോട്ടെ, കുഴപ്പമില്ല. ഇല്ല, അതും വേണ്ടെന്ന് എൻ്റെ ആഗ്രഹം. നല്ല മനുഷ്യനാണ്. അപ്പൊ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇത് ആരോടും പറഞ്ഞു കൊടുക്കരുത്. ആദ്യം പറഞ്ഞല്ലോ, എന്റെ ജോലി പോകുന്ന വിഷയമാണ്, ആരോടും പറഞ്ഞു കൊടുക്കില്ല. അതായത് കേട്ടാ, ഈ മീറ്റർ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പച്ച വയറും ഒരു ചുവപ്പ് വയറും മേളിൽ താഴോട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നില്ലേ, കണ്ടിട്ടില്ലേ? അപ്പൊ അത് നിങ്ങളോട് കേട്ടോ, കുഴപ്പമില്ല, വീട്ടിൽ ചെയ്തു. എന്നിട്ടേ ഈ പച്ച വയർ ഇളക്കണം. ഇളക്കിയിട്ട് ഇങ്ങനെ പിടിക്കും. അപ്പൊ അതിനെ പിന്നെ ഒരു കാര്യം, ഇത് കറണ്ട് ഉള്ള സമയത്ത് ചെയ്യാവൂ. ഈ പിന്നെ മീറ്റർ ഓൺ ചെയ്തിട്ടേ ഇത് ചെയ്യാവൂ, ഇല്ലെങ്കിൽ അത് റീഡിങ്ങിൽ കറക്റ്റായിട്ട് തെളിയും. ഓഫ് ചെയ്തിട്ട് ചെയ്യരുത്, മനസ്സിലായില്ലേ? ഓൺ ചെയ്തിട്ടേ ചെയ്യാവൂ. പച്ച വയർ എടുക്കണം. എന്നിട്ട് അതിന്റെ അറ്റത്ത് ഈ കമ്പി, ചെറിയ ചെറിയ കമ്പി ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് തിരിടി ഒന്ന് സെറ്റാക്കി വെച്ചേക്കണം. എന്നിട്ട് ഈ ചുമന്ന ഇതിന് പിടി വിടരുത്. എന്നിട്ട് ചുമപ്പ് വയർ വലിച്ചിളക്കണം. എന്നിട്ട് അതിൻ്റെയും ഈ ഇതെന്ന് അതിന് കറണ്ട് കാണും. അത് വെച്ചിട്ട് ഇത് രണ്ടും കൂട്ടി ഒന്ന് കൈ വെച്ചൊന്ന് യോജിപ്പിക്കണം. അയ്യോ, അപ്പൊ ഞാൻ ചത്തുപോലെ? നീ ചാവണമല്ലോ, നീ ചത്താപ്പിൽ നിനക്ക് കണ്ട വീട്ടിൽ അടക്കണ്ടല്ലോ. ഇങ്ങനെ ലാഭിക്കുന്നവരൊക്കെ ഭൂമിക്ക് ഇരിക്കുന്നില്ല, ചാവുന്നല്ലോ നല്ലത്. നടക്കുക. ഇവിടെ ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു വന്ന ഇനി ഞാൻ ചെയ്ത് കൊടുക്കാം. കണ്ടടക്കം വയ്യ, എനിക്ക് വയ്യമ്മ. ഇതൊക്കെ മനുഷ്യനാണോ? ഭയങ്കര സെലിബ്രിറ്റിയാണ്, പൈസക്ക് ഉള്ളവന്മാരാണ് അവന്മാര്. എന്നിട്ടാണ് അവന്മാർ ഈ പണി കാണിക്കുന്നത്. ഇനി ഇടയ്ക്ക് വിളിച്ചോ, ഞാൻ എടുത്തോളാം.